സൈന്യത്തിൽ ചേരാൻ ഭയക്കുന്ന യുക്രൈൻ ജനത, ലബനാനിലെ പുതിയ പദ്ധതികൾ, ഓസ്ട്രേലിയയിലെ ഇസ്ലാമോഫോബിയ ഇവയാണ് വേൾഡ് ഇൻവേർട്സിലെ പ്രധാന വിശേഷങ്ങൾ. യുക്രൈനിൽ നിന്ന് വരുന്നൊരു വാർത്ത കൗതുകത്തോടൊപ്പം ദുഃഖകരവുമായ ഒന്നാണ്. യുക്രൈനു വേണ്ടി റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത ഒരാളുടെ സങ്കടമാണ് ആ വാർത്ത. റഷ്യൻ സൈനികരുടെ സകല ആക്രമണങ്ങളും അദ്ദേഹം തരണം ചെയ്തു. കുറെ കാലം യുദ്ധക്കളത്തിലായിരുന്നു. പക്ഷെ ലീവിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ തന്റെ ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത് സ്വന്തം നാട്ടുകാരാൽ തന്നെയായിരുന്നു എന്നതാണ് വാർത്ത. യുക്രൈൻ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അദ്ദേഹവും സംഘവും. അവരെ കണ്ടുപിടിച്ചപ്പോഴാണ് ഇരുമ്പ് വടികൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് അവർ രക്ഷപ്പെട്ടത്. യുക്രൈൻ സൈന്യത്തിന്റെ വക്താക്കൾ പറയുന്നതനുസരിച്ച് ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായിരിക്കുകയാണ്. റഷ്യയുമായുള്ള യുദ്ധം 5ാം വർഷത്തിലേക്ക് എത്തിയതോടെ സൈന്യത്തിന്റെ കാര്യത്തിൽ യുക്രൈൻ പ്രതിസന്ധിയിലാവുകയാണ്. സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അത്തരക്കാരെ പിടികൂടാൻ പോകുന്നവർക്കെതിരെ ജനം ആയുധമെടുക്കുന്നു. അതോടൊപ്പം സൈന്യത്തിലേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസർമാർക്കെതിരെയുള്ള ആക്രമണങ്ങളും വർദ്ധിക്കുന്നു. 25 വയസ്സുള്ള പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധമായ രാജ്യത്ത് ആളുകൾ അതിന് തയ്യാറാവുന്നില്ല എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 600ഓളം ആക്രമണങ്ങളാണ് അത്ര സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത്. സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ തിരികെ കൊണ്ടുപോകുന്ന പട്ടാള സംഘത്തിനെതിരെ 2022 അതായത് റഷ്യയുമായി യുദ്ധം തുടങ്ങിയ ആദ്യ വർഷം 5 സംഘർഷങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 341 ഉയർന്നു. പിന്നീട് ആക്രമണങ്ങളുടെ രീതി മാറി. ഇക്കഴിഞ്ഞ മാസം ഇത്തരം ഉദ്യോഗസ്ഥരെ ആളുകൾ വളഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും അവരുടെ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുകയും ചെയ്യുന്ന സംഭവവും അരങ്ങേറുകയുണ്ടായി. സത്യം പറഞ്ഞാൽ യുക്രൈനിലെ ആളുകൾ പേടിയിലാണ് എന്നതാണ് കാര്യം. അഥവാ സൈന്യത്തിലെത്തിയാൽ അതിന്റെ മുൻനിരയിൽ പോയി യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന പേടിയിലാണ് അവർ. നിലവിലെ അവസ്ഥയിൽ അവിടെ നിന്നും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നതാണ് അവസ്ഥ. അതാണ് റിക്രൂട്ട്മെന്റുകളെ ജനം എതിർക്കുന്നത്. യുക്രൈന്റെ പ്രതിപക്ഷ MP ആയ ഒലക്സാണ്ടർ ഇതിനെതിരെ സംസാരിക്കുകയുണ്ടായി. ഓഫീസർമാർ ജനങ്ങളെ തെരുവിൽ വേട്ടയാടി പിടിക്കുകയാണ്, അതും ചിലപ്പോഴൊക്കെ അക്രമത്തിന്റെ മാർഗം ഉപയോഗിച്ച്. അക്രമം തിരിച്ചക്രമിക്കുന്നതിനുള്ള ന്യായീകരണമാവുകയാണെന്നും ഇദ്ദേഹം പറയുന്നു. ഇത്തരം പിടിച്ചുകൊണ്ടുപോകലുകൾക്ക് യുക്രൈൻകാർ ഇപ്പോൾ പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട്. ബസിഫിക്കേഷൻ എന്നാണ് അത്. പെട്രോളിംഗ് നടത്തുന്ന സൈനിക സംഘങ്ങൾ ആളുകളെ ബലം പ്രയോഗിച്ച് ബസ്സുകളിൽ പിടിച്ചിടുകയും സേവനത്തിനായി കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ടാണ് ഈ പേര് വീണിരിക്കുന്നത്. നിലവിൽ 6000ഓളം പരാതികൾ ഇത്തരം പിടിച്ചുകൊണ്ടുപോകലുകൾക്കെതിരെയായി ലഭിച്ചിട്ടുണ്ട് അത്രേ. കിരിലോ ഒഡൻസ്കി നിപ്രോ സർവകലാശാലയിലെ പ്രൊഫസറാണ്. തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹം വികാരാധീനനാവും. സൈനിക സേവനത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ്. എന്നിട്ടും ഒരു ദിവസം സാധാ വസ്ത്രം ധരിച്ച 2 പേർ അദ്ദേഹത്തെ തെരുവിൽ തടഞ്ഞു വെക്കുകയും അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. സൈന്യത്തിൽ ചേർക്കുന്നതിനെതിരെ അദ്ദേഹം സംസാരിച്ചപ്പോൾ പോലീസ് എത്തുകയും അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങി ബസ്സിലേക്ക് തള്ളിക്കയറ്റുകയും ചെയ്തു. അവരിൽ ഒരാൾ അദ്ദേഹത്തെ പിന്നിൽ നിന്നും തലയ്ക്കും മുഖത്തുമൊക്കെ ഇടിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് തന്നെ പറഞ്ഞയക്കുമെന്ന് അവർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. 2 ആഴ്ചയാണ് അദ്ദേഹം ആശുപത്രിയിൽ ചെലവഴിച്ചത്. ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നത് തടയണം, എന്നാൽ യുദ്ധത്തിന് മതിയായത്ര ആളുകൾ ആവശ്യമുണ്ട് താനും. ഇതിന് പരിഹാരമായി പലരും നിർദ്ദേശിക്കുന്നത് സൈന്യത്തിന് ശമ്പള വർധനവ് നൽകുക എന്നതാണ്. പക്ഷേ അപ്പോഴും മരിക്കുമെന്ന പേടി നിലനിൽക്കുമെന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. റഷ്യയുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നതിന് പകരം സ്വന്തം സൈന്യത്തിനും പോലീസിനും നേരെ ജനങ്ങൾ യുദ്ധം ചെയ്യുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരിക്കുകയാണ്. പക്ഷെ ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൈനികരെ ശക്തിപ്പെടുത്താൻ യുക്രൈന് മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. സൈന്യത്തിൽ നിന്ന് കാലാവധി കഴിയാതെയും പരിശീലനത്തിനിടയിലും പോകുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ അവരെ തിരികെ എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് ബലപ്രയോഗം വേണ്ടി വരുന്നത് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ക്യാമ്പുകളിൽ എത്തിക്കുന്ന പലർക്കും പിന്നീട് ക്രൂരമായി പരിക്കേൽക്കുന്നു എന്ന പ്രചാരണവും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള പ്രചാരണങ്ങളും സൈന്യം നടത്തുന്നുണ്ട്. സൈന്യത്തിനെതിരെ ആക്രമണം നടത്തിയ ചെറുപ്പക്കാർ മാപ്പ് പറയുന്നതും സൈന്യത്തിൽ ചേരാൻ തയ്യാറാണ് എന്ന് പ്രസ്താവിക്കുന്നതുമായ വീഡിയോ സൈന്യം പ്രചരിപ്പിക്കുന്നുണ്ട്. റോമിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകളുടെ ഫലമായി ലെബനൻ സൈന്യം 3 ദക്ഷിണ ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായും അതുവഴി ഇസ്രായേലിന്റെ പിന്മാറ്റത്തിനും ഹിസ്ബുള്ളയുടെ നിരായുധീകരണത്തിനുമുള്ള നടപടികൾ ആരംഭിച്ചതായും വാർത്തകൾ വരുന്നുണ്ട്. പൈലറ്റ് മേഖലകളായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് വിജയിക്കുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറും അത്രേ. അമേരിക്ക നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് ഈ നടപടികൾ. ഇസ്രായേൽ പിന്മാറി ലബനീസ് സൈന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുമെന്നതാണ് വ്യവസ്ഥ. ഇസ്രായേലിന്റെ പിന്മാറ്റത്തിന് കൃത്യമായ സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഹിസ്ബുള്ള ഈ നടപടികളെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേൽ ഒരു ഉപാധിയുമില്ലാതെ പിന്മാറണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് സമ്പൂർണ്ണമായി ഇസ്രായേൽ സൈന്യം മാറിയിട്ടില്ല എന്ന വാർത്തകളും ഇതിനിടയിൽ വരുന്നുണ്ട്. ഇത്തരം നഗരങ്ങളുടെ മേയർമാർ തന്നെ ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്.
സംസാരം മാത്രമേ ഉള്ളൂ, നടപടികളൊന്നുമില്ല എന്നാണ് ഫ്രൗൺ, സ്രിഫ നഗരങ്ങളുടെ മേയർമാർ പറയുന്നത്. ഇതിനിടയിലും ഈ നഗരപ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണം നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ജനങ്ങൾ പെട്ടെന്നൊന്നും ഈ നഗരങ്ങളിലേക്ക് തിരിച്ചു വരരുത് എന്ന് പട്ടാളം നിർദ്ദേശിക്കുന്നത്. സംഗതികൾ നിയന്ത്രണത്തിലായിട്ട് വന്നാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമോഫോബിയ തടയാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകിയ ഓസ്ട്രേലിയൻ സർക്കാർ ഇസ്ലാമോഫോബിയ തടയുന്നതിനെ കുറിച്ച് പഠിച്ച് അഫ്താബ് മാലിക് സമർപ്പിച്ച റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള പദ്ധതി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആണ് പുറത്തുവിട്ടത്. 40 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളുടെ സംരക്ഷണം, വിദ്യാഭ്യാസ മേഖലയിൽ ഇസ്ലാമോഫോബിയ തടയാനായി പാഠപുസ്തക പരിഷ്കരണം, മതവിദ്വേഷത്തിലൂന്നിയ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസിന് പുതിയ പോർട്ടൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അഫ്താബ് മാലിക് കമ്മീഷന്റെ പല നിർദ്ദേശങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല. പലസ്തീൻ അറബ് വംശീയ വിദ്വേഷം പരിശോധിക്കാൻ പ്രത്യേക കമ്മീഷൻ വേണം എന്ന നിർദ്ദേശവും തള്ളിക്കളഞ്ഞവയിലുണ്ട്. അതേസമയം കമ്മീഷന്റെ 54 നിർദ്ദേശങ്ങളിൽ 35 എണ്ണവും അംഗീകരിച്ച സർക്കാർ മുസ്ലിം വിരുദ്ധത ഗുരുതരമായ ഒരു ദേശീയ പ്രശ്നമാണെന്ന് അംഗീകരിച്ചിരിക്കുകയാണെന്ന് മുസ്ലിം സംഘടനകൾ വിലയിരുത്തുന്നു. പക്ഷെ സർക്കാരിന്റെ നടപടികൾ ഇതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. നന്ദി.